ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഡ്രീം ഓഫ് മൈ മൈൻഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ബോഗൻവില്ലയാണെന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു ബോഗൻവില്ല ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കടലാസ് പൂവാണ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫീനിക്സ് പേപ്പർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നല്ല ഡാർക്ക് യെല്ലോ കളറിലെ ഒരു ഫീനിക്സ് പേപ്പറും കൊണ്ടിട്ടാണ് നമ്മൾ ഈ ബോഗൻവില്ല ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് സാധാ ക്രേ പേപ്പറും കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഒരു കളറാണല്ലോ ഈ ഒരു പിങ്ക് കളറ്, ഡാർക്ക് പിങ്ക് കളറിലെ ബോഗൻവില്ല. അപ്പോൾ നമ്മൾ ക്രേ പേപ്പറും കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ രണ്ട് കളറിലെ ഫീനിക്സ് പേപ്പർ കൂടി എടുത്തിട്ടുണ്ട്. അതായത് വൈറ്റ് കളറിലെ ഫീനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബോഗൻവില്ലയുടെ ഫ്ലവറിനകത്ത് ഒരു വൈറ്റ് കളറിലെ കുഞ്ഞൊരു ഫ്ലവർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളറിലെ ഫീനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ലീഫിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലെ ഫീനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെവിക്കോളിൻ്റെ ഗം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലോറൽ ടേപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലോറൽ വയർ ഉണ്ട്. ഫ്ലോറൽ വയർ നമ്മുടെ സ്റ്റെം വയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്ലോറൽ വയർ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് കത്രിക. പിന്നെ നമ്മൾ യെല്ലോ കളറിലെ ഒരു സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്ലോറൽ വയർ, ചെറിയ സൈസ് ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവറിന് വേണ്ടിയിട്ടും ലീഫിന് വേണ്ടിയിട്ടുമാണിത്. പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോഗൻവില്ലയുടെ പാറ്റേൺ, നമ്മുടെ പെറ്റൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാറ്റേൺ ഞാനിതുപോലെ വരച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ബോഗൻവില്ലയുടെ പെറ്റൽസിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ബോഗൻവില്ല ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണേന്നൊന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് കട്ട് ചെയ്യാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് നമ്മുടെ ക്രേ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 പെറ്റൽസാണ് ഒരു ഫ്ലവറിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്യാൻ പോവുകയാണ്. 3 പെറ്റൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാറ്റേൺ കട്ട് ചെയ്ത് ഞാൻ ഇവിടെ എടുത്തിരുന്നു. അപ്പോൾ അതിന് നമ്മളിതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ, ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പെറ്റൽസ് ആട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ? ഇതുപോലെ. അപ്പം നമ്മളിതിനെ ചെയ്യേണ്ടത്, നമുക്ക് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ 2 പെറ്റൽസ് കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ 3 പെറ്റൽസ് ഇവിടെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് വൈറ്റ് കളറിലെ ഫീനിക്സ് പേപ്പർ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു സൈഡ് ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മടക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മടക്കി ഒരു സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വലിച്ചു വിടണം. സ്ട്രെച്ച് ചെയ്ത് ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ. അതിനുശേഷം ഇതിൽ നിന്നൊരു ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് ഇതിന് നമ്മൾ ഇതുപോലെ ഒന്ന് റോളാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ ഫെവിക്കോള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഭാഗം ഉള്ളിലോട്ടാണ് മടക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഈ സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കൂടി നമുക്ക് കുഞ്ഞു ഫ്ലവർ, നമ്മുടെ ബോഗൺവില്ലയുടെ അകത്ത് വരുന്ന കുഞ്ഞു ഫ്ലവറിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ 2 എണ്ണം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഗൺവില്ലയുടെ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്ത് എഡ്ജൊന്ന് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് കുറച്ച് ഫെവിക്കോള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആ റോൾ ചെയ്ത് വെച്ചിരുന്ന കുഞ്ഞു ഫ്ലവർ ഉണ്ടല്ലോ, അതിനുള്ളിലോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് താഴത്തെ ഭാഗത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് ചുരുക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നമുക്കൊന്ന് വിടർത്തി വെച്ച് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ വിടർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് യെല്ലോ കളറിലെ സ്കെച്ച് പെൻ കൊണ്ടിട്ട് ഒരു ഷെയ്ഡ് കൂടി കൊടുക്കണം. ഒരു ചെറിയ ഷെയ്ഡ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ ചെറിയൊരു പീസ് ക്രേ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ പശ ഒന്ന് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ കുഞ്ഞു ഫ്ലവർ ചുറ്റി ആ ഫ്ലോറൽ വയറിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ചെറിയ നമ്മൾ ഒരെണ്ണം കൂടി ചെയ്തിരുന്നല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ. ഇതിനകത്ത് നമുക്ക് യെല്ലോ കളറിലെ ഷെയ്ഡൊന്ന് കൊടുത്തേക്കാം. അതിനുശേഷം ഇവിടെ ചെറിയൊരു പീസ് ക്രേ പേപ്പർ കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് മതി കേട്ടോ. അതിൽ കൂടെ നമുക്ക് നമ്മുടെ ഫെവിക്കോള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്ലോറൽ വയറൊന്നും വേണ്ട, ഇത് നമ്മൾ ആദ്യം ഒട്ടിച്ചതുപോലെ തന്നെ വെറുതെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. ഓക്കെ, ഇത്രയും മതിയാവും. അപ്പോൾ ഇതുപോലെ 2 പെറ്റൽസിൽ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. വീണ്ടും നമ്മളൊരു ചെറിയ പീസ് ക്രേ പേപ്പർ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 പെറ്റൽസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ 2 പെറ്റൽസിൽ ഒട്ടിക്കാനുള്ളതാണ് നമ്മൾ ചെയ്തത്, ആദ്യമേ ചെയ്തത്. ഇത് നമ്മൾ 3ാമത്തെ പെറ്റലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മുകളിലോട്ട് മാത്രം. അത് നമ്മൾ ഇതുപോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉള്ളിലോട്ട് മടക്കിയ ആ ഒരു ഭാഗത്ത് നമ്മൾ ഫെവിക്കോള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ റോൾ ചെയ്തൊന്ന് ചുരുട്ടി കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. ഒരു മൊട്ട് പോലെ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് 3ാമത്തെ പെറ്റലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഒരു പെറ്റൽ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പെറ്റലിൻ്റെ താഴത്തായിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. അടുത്ത പെറ്റലിൽ നമുക്ക് ഈ ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് എവിടെ ഇരിക്കട്ടെ. അടുത്ത പെറ്റലിൽ നമ്മൾ ഇതൊരെണ്ണം ഒട്ടിച്ചു കൊടുക്കുവാണ്. അതിൻ്റെ 3 പെറ്റൽസിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ ഒട്ടിച്ചേക്കണത്. ആ താഴത്തെ ഒരു ചെറിയ പോർഷൻ മാത്രമേ നമ്മൾ പശ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ഇത്രയും മാത്രം. അതിന് ശേഷം നമുക്ക് ഈ 3 പെറ്റൽസും കൂടി നമുക്ക് കൂട്ടി ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളിതാ ഇവിടെ കുറച്ച് പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു പെറ്റൽ നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് ഒട്ടിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ കൂടി ഒരു പെറ്റൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ഈ പെറ്റലിനകത്ത് ഇതുപോലെ 2 കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു മൊട്ട് പോലത്തെ കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബോഗൺവില്ലയുടെ ഒരു ഫ്ലവറാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബോഗൺവില്ലയുടെ ഒരു ഫ്ലവർ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ലീഫ് കൂടി എങ്ങനെ ചെയ്യണമെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ഗ്രീൻ കളറിലെ ഒരു ഫിനിക്സ് പേപ്പർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പീസ് നമ്മളിതാ ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ സ്റ്റിക്ക്, നമ്മുടെ ഫ്ലോറൽ വയർ ഒന്ന് പശ അപ്ലൈ ചെയ്ത ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ, നമ്മുടെ ബോഗൺവില്ലയുടെ ലീഫ് ഉണ്ടല്ലോ, ആ ലീഫിൻ്റെ ഷേപ്പിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് താഴ്ഭാഗത്ത് നമുക്ക് നമ്മുടെ ഫ്ലോറൽ ടേപ്പ് തന്നെ ചുറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്ലവറും ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ലീഫും ചെയ്തെടുക്കാൻ പറ്റുമേ. നമ്മുടെ ബോഗൺവില്ല എന്ന് പറയുമ്പോൾ കുറച്ചധികം തിക്കായിട്ടിരിക്കുന്ന ആ ഒരു ഫ്ലവറാണല്ലോ. അപ്പോൾ കുറച്ചധികം പെറ്റൽസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ആ ഒരു
ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ബോഗൻവില്ലയുടെ ലീഫ് റെഡിയാണ്. നമ്മുടെ ഒരു ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എത്ര പെട്ടെന്നാണ് നമ്മളൊരു ലീഫും ഒരു ഫ്ലവറും ചെയ്തെടുത്തത്. അതായത് കണ്ടോ, നമ്മളൊരു പ്ലേറ്റ് നിറച്ച് നമ്മുടെ ബോഗൻവില്ലയുടെ ഫ്ലവേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്യാൻ നമ്മൾ പോകുന്നേ ഉള്ളൂ. ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലീവ്സും നമ്മളിതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് കൂടി ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ദാ ഇതുപോലെ ഒരു സ്റ്റെം വയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ബോഗൻവില്ല ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഒരു 3 ഫ്ലവേഴ്സാണ് ഇതിങ്ങനെ ഇതുപോലെ കൂടിയിരിക്കുന്ന 3 ഫ്ലവേഴ്സായിട്ടായിരിക്കും അതിൻ്റെ ഓരോരോ ശിഖരങ്ങളിലും വന്നിരിക്കുന്നത് കേട്ടോ, ബ്രാഞ്ചസും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ 3 ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ആദ്യം 3 ഫ്ലവേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 3 ഫ്ലവേഴ്സ് കൂടി വെച്ച് കൊടുക്കാം. നല്ല തിക്കായിട്ടാണല്ലോ നമ്മുടെ ബോഗൻവില്ല കാണുന്നത്. ഒരു 3 ഫ്ലവേഴ്സ് കൂടി എടുക്കുന്നുണ്ട്. നമുക്കിതിനിടയിൽ ലീവ്സ് കൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, മൂന്നെണ്ണം. ഒരു ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് 2 ഫ്ലവേഴ്സ് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലീഫ് കൂടിയുണ്ട്, അതുകൂടി വെച്ചിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. നമുക്കിവിടെ കുറച്ച് ഫെവിക്കോള് ഒട്ടിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക ബോഗൻവില്ല കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് വിടർത്തി വെച്ച് കൊടുക്കണം. കണ്ടോ, നമ്മളപ്പോൾ ഇതൊക്കെ ഒന്ന് വിടർത്തി വെച്ച് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 കളറിലുള്ള ബോഗൻവില്ലയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബോഗൻവില്ല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. കുറച്ചധികം പെറ്റൽസും പിന്നെ കുഞ്ഞു ഫ്ലവേഴ്സും മാത്രമേ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്,
സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു ഫ്ലവറുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ, സീ യു.